ലോകത്തിലെ ജനതകൾ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം ഉൽപ്പത്തി 10-ാം അധ്യായത്തിലാണ്. അത് രാഷ്ട്രങ്ങളുടെ പട്ടിക എന്നറിയപ്പെടുന്നു. വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമിയിലെ എല്ലാ ജനതകളും നോഹയുടെ 3 പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത് എന്നിവരിൽ നിന്നാണ് വ്യാപിച്ചത്. എല്ലാ ഭാഷകളും എല്ലാ വംശങ്ങളും ഒരൊറ്റ കുടുംബത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഉൽപ്പത്തി 10 നമ്മോട് പറയുന്നത് ആളുകൾ സ്വന്തം ഭാഷകൾക്കനുസരിച്ച് സ്വന്തം രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി എന്നാണ്. ഇത് വിഭജനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ക്രമീകരണമായിരുന്നു. ഈ അധ്യായത്തിൽ നിമ്രോദിനെ പ്രത്യേകം പരാമർശിക്കുന്നു. ഒരു ശക്തനായ യോദ്ധാവും രാജാവും. ബാബേലിൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ രാജ്യം പിന്നീട് മനുഷ്യൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായി മാറി. രാഷ്ട്രങ്ങൾ വേർപിരിഞ്ഞു, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതേപടി തുടർന്നു. മനുഷ്യരാശി അവൻ്റെ മഹത്വത്തിനായി ജീവിക്കണം. നമ്മൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു, വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നു, പക്ഷേ എല്ലാം ഒരേ സൃഷ്ടാവിൽ നിന്നാണ് വരുന്നതെന്ന് ഉൽപ്പത്തി 10 നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് ഒരു വംശമോ രാഷ്ട്രമോ വളരെ ചെറുതോ വലുതോ അല്ല. ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് പങ്കിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.